ഹായ് ഗായ്സ്, നന്ദുവാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഓണം തുടങ്ങിയിട്ടുണ്ട്, അത്താണ്. അപ്പോൾ ഒന്നൊരു കാലത്ത് കൂടാനൊന്നും പറ്റിയില്ല. നേരത്തെ വർക്ക് ഉണ്ടായതുകൊണ്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേനൊക്കെ പോയി. അപ്പോൾ ഇവിടുത്തെ പൂക്കളം കാണിച്ചുതരാം. മെയിനായിട്ട് ഇതാണ് വീട്ടിലിട്ട് അത്തപ്പൂക്കളം. അത്തപ്പൂക്കളം ഗൈസ്, അത്തപ്പൂക്കളം. അപ്പോൾ ഗൈസ്, അതാണ് നമ്മളെ ഇന്നത്തെ പൂക്കളം. ഒന്നിടാനൊന്നും പറ്റിയിട്ടില്ല, പെട്ടെന്ന് അനിയന്മാരൊക്കെ ഇട്ടാണ് പോകുന്നുണ്ട്. വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ അതാണിപ്പോൾ പൂക്കളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നാളെ ഇടാൻ കുറച്ച് പൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട്, അനിയന്മാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാടത്ത് കുളത്തിൻ്റെ അവിടെ കുറച്ച് പൂക്കളുണ്ട്, നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയൊരു 100 മീറ്റർ നടന്ന കുളത്തിൻ്റെ അടുത്ത്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പാടാണ്. അപ്പോൾ ആദ്യമൊക്കെ ഈ സ്ഥലത്ത് ഫുള്ള് മറ്റേ തുമ്പപ്പൂവില്ലേ, തുമ്പപ്പൂ, അപ്പോൾ ഓണപ്പൂ എന്നൊക്കെ പറയും. ആ ഫുള്ള് ഈ പാടത്ത് ഫുള്ള് ഇതായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലായിരുന്നു ഇവിടുന്ന് തന്നെയായിരുന്നു ഫുള്ള് ഓണത്തിനുള്ള കുറേ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഈ പൂ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പണ്ട് ഇതേമാതിരി ഒരു ഇല എടുക്കും, അതായത് തേക്കിലൊക്കെ എടുക്കും. ഇത് നമ്മൾ അനുവിൻ്റെ കൂടെ കേട്ടോ, അനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ, ഇതൊരു നമ്മളെ കുമ്പിളുത്ത ചെയ്യുക. കുമ്പിളുത്ത മീൻസ് ഇതിങ്ങനെ അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ എടുത്ത് നമ്മൾ ഇർക്കിളിയിട്ട് നൈസായിട്ട് തുളച്ച് ഇതേപോലെ, ഇതാണ് കുമ്പിളുത്ത എന്ന് പറഞ്ഞാൽ, അത്രയൊക്കെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ അനുവിനെ വിളിച്ചു. അനുവിൻ്റെ അനിയന് പനിയായിരുന്നു, അല്ലെങ്കിൽ ഓനുണ്ടായിരുന്നു തുള്ളി 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 തുള്ളി, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക. അങ്ങനെ ഇതാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത് വട്ടപ്പേരി. വട്ടപ്പേരി അല്ല, നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ പൂവിന് പറയാൻ നമുക്കറിയില്ല. നമ്മളിവിടെ വട്ടപ്പേരി എന്നാണ് പറയാം. മലപ്പുറത്ത് വട്ടപ്പേരി എന്നാണ് ഈ പൂവിന് പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഞാൻ തന്നെ ആയതുകൊണ്ട് ഇതിങ്ങനെ പൂ പൊട്ടിക്കുക, ഈ കുമ്പിളുത്തിയ സാധനത്തേക്ക് ഇട്ടുക. അപ്പോൾ ഇതാണ് കേസ്. അപ്പോൾ ഞാനോട് നോക്കുമ്പോൾ അവനോട് പറിക്കുന്നുണ്ട്, ഞാൻ ഈ സൈഡിൽ പറിക്കുന്നുണ്ട്. രണ്ടുപേരുണ്ട് ഒരുമിച്ച്. അവനവിടെ കമ്പടിയായിട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് പറമ്പാണ്. പറമ്പിൽ അത്യാവശ്യത്തിലുണ്ട്. ആദ്യമൊക്കെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ കമ്മിയായതാണ്. അപ്പോൾ കേസ് അവനെ കിട്ടിയോട്ടെ. കിട്ടി ഗൈസ്. അപ്പം എന്താണ് നമ്മൾ പഞ്ചായത്ത് കുളം. അപ്പോൾ നമ്മളിതൊക്കെ നന്നാക്കി ഉണ്ടായിരുന്നു, പിന്നെയും പച്ചപ്പ് വന്നതാണ്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു തേനീച്ചക്കൂട് കണ്ടു, വലിയ തേനീച്ചക്കൂട് തന്നെയായിരുന്നു. പിന്നെ ഇതാണ് അനുവിൻ്റെ വീട്, അനുവിൻ്റെ പൂക്കളാണിത്. സൂപ്പറല്ലേ. ഇതിൻ്റെ പേരെന്താ? ഈ പൂവിൻ്റെ പേരാണ് അറിയില്ലേ? ന്യൂ ജനറേഷൻ ഗൈസ്. അങ്ങനെ അനുവിൻ്റെ വീട്ടിലാക്കി വീട്ടിലോട്ട് പോയിരുന്നു. അപ്പോഴാണ് കിനേശേട്ടൻ്റെ വീട്ടിൽ അടിപൊളി നല്ലൊരു ചുവന്ന പൂവാണ്. അതിന് പേരെന്താണെന്ന് അറിയില്ല. ഫോണിലും നേരിട്ട് കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ 2 വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അമ്മേനെ പോയി പിക്കാണ് ഞാൻ എടുത്തത്. അതിനിടയിൽ കൂടെയാണ് കുട്ടൻ വന്നത്. കുട്ടനോട് കുറച്ച് സംസാരിച്ചു, പൂവിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തു. അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ കുട്ടികളോട് കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. അതിന് നേരെ വീട്ടിലോട്ട് പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവച്ചു. നേരെ വീട്ടിലോട്ട് കയറാനുള്ള പരിപാടിയിലായിരുന്നു. വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ അമ്മ വിളിച്ചു. അപ്പോൾ നേരെ അമ്മനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചടിപ്പറമ്പ് എത്തുന്നതിന് മുന്നേ തന്നെ അമ്മനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അതും വാങ്ങി നേരെ ചട്ടിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്ന് അച്ഛനെ കുറേ വിളിച്ച്. അമ്മക്ക് ഇതൊരു പതിവാണ്, വീട്ടിലെത്തി അച്ഛനെ വിളിച്ച് അച്ഛൻ്റെ കൈകൊണ്ട് ചായ കിട്ടണം നോക്കണം. അപ്പോൾ ഇത്ര വീഡിയോ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ, സീ യു.